16 ജനുവരി 2023 ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ പൊങ്കലായത് കാരണം ഇന്ന് ഹിന്ദു ന്യൂസ് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഹിന്ദു ന്യൂസ് പേപ്പറില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 68 പീപ്പിൾ കിൽഡ് ആസ് നേപ്പാൾ പ്ലെയിൻ ക്രാഷസ് ബിഫോർ ലാൻഡിങ്. ഇപ്പം നേപ്പാളിലൊരു വിമാന ദുരന്തമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര പേര് മരിച്ചു എന്ന് കൃത്യമായ കണക്ക് വന്നിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 68 people were killed when a domestic flight with 72 people on board, including 5 Indians, crashed into a gorge just before landing at the newly opened airport in Pokhara on Sunday. While 68 bodies were recovered, of which 19 were unidentified, officials said that the search operation would resume on Monday for remaining 4 people. അപ്പോൾ വലിയ ദുരന്തമാണ്. കാരണം 1 ജനുവരി ഓപ്പൺ ചെയ്ത എയർപോർട്ടിലാണ് ഈ പറഞ്ഞ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. സ്ഥലം പൊക്രയാണ്, പൊക്ര. യേത്തി എയർലൈൻസിൻ്റെ കാഠ്മണ്ഡു പൊക്ര ഫ്ലൈറ്റ് ആയിരുന്നു അത്. അടുത്ത ന്യൂസ് RBI ബന്ധപ്പെട്ട ന്യൂസാണ്. ഹൈ ഇൻട്രസ്റ്റ് കോസ്റ്റ് മേ ഫോഴ്സ് RBI ടു കട്ട് ഡിവിഡൻഡ് ടു ഗവൺമെൻറ്. സാധാരണഗതിയിൽ RBI ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായത് കാരണവും കോസ്റ്റ് ഓഫ് ഫണ്ട്സിന് കൂടുതലായത് കാരണവും എന്താണ്, RBI ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കുറവായിരിക്കുമെന്ന് പറയുന്നു. The surplus available with the Reserve Bank of India for transfer or the RBI dividend to the Union government is likely to remain low in the current financial year ending March 2023 because of higher expenditure incurred by the central bank due to rising interest rates and higher cost in managing surplus liquidity in the system. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് കാരണം ഈ പറയുന്ന ഡിവിഡൻറ്റിൻ്റെ അളവ് കുറയുമെന്ന് പറയുന്നു. ആർക്ക് കൊടുക്കുന്ന ഡിവിഡൻറ്റാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് RBI കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഡൽഹി ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. ഇതിൽ ക്യാപിറ്റൽ അട്രാക്ഷൻ സീവേജ് കനാലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീവേജ് കനാൽ ഒരുപാട് നാളായിട്ട് അൺഅറ്റൻഡഡ് ആണെന്ന് പറയുന്നു. പ്ലാസ്റ്റിക് ബാഗ്സ്, റോട്ടിംഗ് വെജിറ്റബിൾസ്, ഡിസ്കാർഡഡ് ഫുട്വെയർ ആൻഡ് ക്ലോത്ത്സ്, ലെയേഴ്സ് ഓഫ് ഗാർബേജ് ചോക്ക് സെവറൽ സ്ട്രെച്ചസ് ഓഫ് എ 5 kilometer long drain that runs through the parts of northeast Delhi including Gaudampuri, New Usmanpur and Bhajanpura. According to the residents in some areas, parts of the drain had not been cleaned ഓഫ് ദ ഗാർബേജ് ഇൻ മന്ത്സ്. ഒരുപാട് മാസങ്ങളായി ക്ലീൻ ചെയ്യാത്ത ഗാർബേജ് കനാലിൻ്റെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. കണ്ടാൽ എത്രമാത്രം ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സീനാണ് ഈ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണ്ടതാണ്. കാരണം കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ്, മറ്റ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പോൾ ഇത് വളരെ ദാരുണമായൊരു കാഴ്ചയാണ് എന്ന് വേണം പറയാൻ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 75th ആർമി ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 75th ആർമി ഡേ ഇവൻ്റ് അറ്റ് ബാംഗ്ലൂരു. 75th ആർമി ഡേ ഇവൻ്റ് ബാംഗ്ലൂരു വെച്ചാണ്. ലെസൺസ് ഇൻ ഉക്രൈൻ വാർ, ആർമി മസ്റ്റ് ബി ഫ്യൂച്ചർ റെഡി. രാജ്നാഥ് സിംഗ് നമ്മുടെ ഹോം മിനിസ്റ്ററാണ്. ഇവിടെ പറയുന്നത് ഇന്ത്യ എപ്പോഴും എന്താണ്, ആർമിയെ ഫ്യൂച്ചർ റെഡി ആയിട്ട് നിലനിർത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉക്രൈൻ വാറിൻ്റെയൊക്കെ ലൈറ്റ്സിൽ നമ്മുടെ ഫോഴ്സസ് എപ്പോഴും റെഡി ആയിരിക്കണം, എന്ത് ചലഞ്ചസ് നേരിടാനെന്നാണ് പറയുന്നത്. 75th ആർമി ഡേ ഇവൻ്റ് ഇസ് being conducted at Bangalore. Lessons in Ukraine war, army must be future ready, Rajnath Singh. The army has to be future ready as lessons can be learned from the Russia-Ukraine conflict, Defense Minister Rajnath Singh said on Sunday. Speaking at the 75th Army Day event at the Army Service Corps, Bangalore, Singh said that the upcoming days all major armed forces of the world will be boosting their security mechanisms. ഇങ്ങനൊരു ബൈലാറ്ററലായിട്ടുള്ള പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ ഉക്രൈൻ റഷ്യ എന്ന് പറയുന്നത് ബൈലാറ്ററലായിട്ടുള്ള ഒരു വാറാണ്. പക്ഷേ എന്നാലും ബാക്കി ഫോഴ്സസ് ഒക്കെ റെഡി ആയിരിക്കണമെന്ന് പറയുന്നത്. കാരണം എന്ത് തരം ചലഞ്ചസും മീറ്റ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണമെന്ന് രാജ്നാഥ് സിംഗ് പറയും. സ്പോർട്സ് ന്യൂസിൽ എന്നുള്ളത് ജോയ് ആൻഡ് ഫൺ ഫ്ലോ ഇൻ കോഹ്ലീസ് ടൂർ ഡേ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ്. 3ാമത്തെ ഏകദിന മാച്ചിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ് 3-0. 1 day മാച്ച് സീരീസ് ജയിച്ചിരിക്കുകയാണ് ശ്രീലങ്കയായിട്ട്. അപ്പോൾ എല്ലാ രീതിയിലും സ്റ്റൈൽ തന്നെ ജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം 300-ലധികം റൺസിനാണ് 3ാമത്തെ ഏകദിന ക്രിക്കറ്റ് മാച്ച് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സീരീസ് ക്ലീൻ ചെയ്തിരിക്കുകയാണ് 3-0 വിൻ. ഇന്നത്തെ ന്യൂസ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്ന് അവൈലബിൾ അല്ലാത്തത് കാരണമാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിവ്യൂ ചെയ്തത്. നാളെ മുതൽ ഹിന്ദു തന്നെ ചെയ്യുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.